ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം അൺബോക്സിംഗ് എന്ന് പറയുമ്പം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതുപോലുള്ള ബേബി ബ്രെത്ത് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം വാങ്ങിച്ചതാണ്. അപ്പം ജസ്റ്റ് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു അവർ, പക്ഷെ ഞാൻ വിട്ടുപോയി. അപ്പം എന്തായാലും ഇന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പോട്ട് ഒരു സെറാമിക്കിൻ്റെ പോട്ടാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റൊക്കെ ഉണ്ട്. അപ്പം ഇതിനു മുമ്പ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചൊരു പോട്ടാണ്. അപ്പം അതിലാണ് ഞാനിപ്പം ഈ ബേബി ബ്രെത്ത് വെക്കുന്നത്. ഫ്ലവേഴ്സൊക്കെ സെയിൽ ചെയ്യുന്ന ഷോപ്പുണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇതൊരു ബഞ്ചായിട്ടാണ് വാങ്ങിച്ചത്. ഇതിന് 100 രൂപയാണ് വന്നത് ഈ ഒരു ബഞ്ചിന്. അപ്പോൾ ഇത് ഞാൻ ഈ പോട്ടിൽ വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓഫ്ലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം നമ്മുടെ കണ്ണൂർ ടൗണിലുണ്ടൊരു ഷോപ്പ്, ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പം അവിടെ നിന്ന് വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ആണ്. അപ്പം ഞാൻ പൊതുവേ ഈ ക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുന്നത് ഒന്നുകിൽ ത്രെഡ് ഹൗസ് നിന്ന് വാങ്ങിക്കും, അല്ലെങ്കിൽ ക്രാഫ്റ്റ് വില്ലേജ് എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് അധികം പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പം ഇതൊരു സ്കെച്ച് ബുക്കാണ് കേട്ടോ. അത്യാവശ്യം പേജസൊക്കെ നല്ല തിക്നെസ്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പം ഇതിൽ 50 ഷീറ്റ്സാണ് ഉള്ളത്. പിന്നെ അടുത്തതായിട്ട് വാങ്ങിച്ചത് ഒരു ഇങ്ക് പെന്നാണ്. അപ്പം ഞാൻ കുറേ കാലമായി ഈ ഒരു പെന്ന് യൂസ് ചെയ്യാത്തത്. അപ്പം ജസ്റ്റ് ഒന്ന് കണ്ടപ്പം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇങ്ക് പെന്നും പിന്നെ ഒരു ഇങ്കും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. ഈ പെന്ന് ഞാൻ ലാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത് സ്കൂളിലൊക്കെ പഠിക്കുന്ന ആ ഒരു ടൈമിലാണ്. അപ്പം അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ അസൈൻമെൻറ്റൊക്കെ എഴുതുമ്പം അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അതിന് ശേഷം ഒന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഇതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് എങ്കിലൊന്ന് ടിപ്പ് ചെയ്ത് എഴുതാന്നുള്ളതാണ്. പിന്നെ ഈ പെന്ന് വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് ഹാൻഡ് ലെറ്ററിംഗ് ഒക്കെ എഴുതിയിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ട്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ള ഇതിൽ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം ഷാസിയ.in എന്നാണ് എൻ്റെ ചാനലിൻ്റെ നെയിം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സെയിൽ ചെയ്ത് വരുന്ന എല്ലാ പ്രൊഡക്ട്സും അതിൻ്റെ റീൽസും വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലുള്ള ഗ്ലൂ സ്റ്റിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിപ്പം 3 എണ്ണമാണ് വാങ്ങിച്ചത്. അപ്പം ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം ഞാൻ ഫെവിക്കോളും ഇതുമാണ് നോർമലി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എൻ്റെ എവർ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കേട്ടോ ഇത്. അപ്പം ഇത് കുറേ കാലമായിട്ട് ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം ജസ്റ്റ് ആ ഷോപ്പിൽ കണ്ടതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചു. ഇതൊരു സെൻറ്റഡ് ക്യാൻഡിലാണ് കേട്ടോ. അപ്പം ഞാനിതുവരെ ഇത് എന്താ പറയുക, ക്യാൻഡിലായിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് വെക്കാറുണ്ട്. പിന്നെ ഇതുപോലുള്ളൊരു ഗോൾഡൻ കളറിൽ വരുന്നൊരു ജെൽ പെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത് അത്യാവശ്യം എന്താ പറയുക, ഒരു ഗ്ലിറ്റർ പെന്നാണ് കേട്ടോ. ഇതിപ്പം ഒരു ബ്ലാക്ക് ചാർട്ടിലൊക്കെ എഴുതുമ്പം നല്ല ഹൈലൈറ്റ് ആയിട്ട് തന്നെ കാണും. പിന്നെ വാങ്ങിച്ചത് ഇതുപോലുള്ള ഒരു അക്രിലിക് പെയിൻ്റാണ്. ഇതും ഒരു ഗോൾഡൻ ടച്ചിൽ വരുന്നതാണ് കേട്ടോ.
പിന്നെ ഇതാ ഇതുപോലുള്ള ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതൊരു ആ ഒരു കോർണറിൽ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം എന്താ പറയുക, ഇതിന് ഏകദേശം 179 അങ്ങനെയാണ് റേറ്റ് വന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത പ്രൊഡക്റ്റ്സ് കാണാം. അപ്പോൾ ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാറുള്ളത് മീഷോ, ഫ്ലിപ്കാർട്ട്, ഈ 2 ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പ്രൊഡക്റ്റ്സ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പം മുമ്പൊക്കെ ഞാൻ ആമസോണാണ് മെയിനായിട്ട് യൂസ് ചെയ്യൽ. അപ്പം അത് യൂസ് ചെയ്യാറില്ല. ഈ 2 ആപ്പ് മാത്രമാണ് ഇതിൽ കൂടെയാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ബബിൾ റാപ്പിൻ്റെ സെറ്റാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അതിൻ്റെ ലിങ്കും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പം ഇങ്ങനെ കൊറിയറൊക്കെ ചെയ്യുമ്പം നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. അപ്പം ബബിൾ റാപ്പ് യൂസ് ചെയ്തിട്ടാണ് അധികവും കൊറിയറൊക്കെ പാക്ക് ചെയ്യുമ്പം അത്യാവശ്യം നല്ല സേഫ്റ്റിയിൽ തന്നെ ഫ്രെയിംസൊക്കെ പാക്ക് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്ത പ്രൊഡക്ട്സ് എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്താലും അത് എന്താ പറയുക, നല്ല രീതിയിൽ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നതാണ് മെയിനായിട്ടുള്ളൊരു ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഒന്നാമത് ദൂരമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ നല്ല സേഫ്റ്റിയിൽ തന്നെ അവരുടെ പ്രൊഡക്ട്സ് എത്തിക്കണം. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ പാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ പാക്ക് ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ പിശുക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത്യാവശ്യം നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യാൻ നോക്കുക. അപ്പം ബബിൾ റാപ്പ് യൂസ് ചെയ്തിട്ട് നല്ല തിക്നെസ്സിൽ തന്നെ റാപ്പ് ചെയ്യുക. അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലുള്ള ഹാമ്പർ ബോക്സാണ് കേട്ടോ. ഇതൊരു സെറ്റിൽ വരുന്നത് 25 പീസാണ്. അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം. അപ്പം ഇത് അത്യാവശ്യം ഹാമ്പറൊക്കെ ചെയ്യുമ്പോൾ നല്ലതാണ്. കൊറിയറൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബോക്സ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ബോക്സ് വാങ്ങിച്ചതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഓഫർ പ്രൈസിൽ ഒരു മിനി ഹാമ്പർ സെറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ. അപ്പം മിനി ഹാമ്പർ എന്ന് പറയുമ്പോൾ മിനി ഫ്രെയിം, പോളറോയിഡ്സ്, അപ്പം അങ്ങനെയൊക്കെ വരുന്ന ഒരു ഹാമ്പർ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ സെയിൽ ചെയ്യാമല്ലോ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു സെറ്റിൽ 25 ബോക്സസാണ് വരുന്നത്. അപ്പം ഇതുപോലെയല്ല, ബോക്സായിട്ടല്ല വരുന്നത്, ഒരു കാർഡ്ബോർഡ് പീസായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബോക്സ് പോലെ അതിനെ ഫോൾഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതാണ് 25 ബോക്സസ് കംപ്ലീറ്റ് ആയിട്ട് ബോക്സ് ആക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അടുത്തതായിട്ട് വാങ്ങിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ക്ലിങ് റാപ്പാണ്. അപ്പം ഇത് ഈ ഒരു ബോക്സിൽ 2 മിനി ക്ലിങ് റാപ്സാണ് വരുന്നത്. അപ്പം ഇത് അത്യാവശ്യം മിനി ഫ്രെയിംസൊക്കെ കൊറിയർ അയക്കുമ്പം എനിക്ക് മസ്റ്റായിട്ട് ആവശ്യമായിട്ട് തോന്നിയൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇത് മീഷോന്നാണിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാം കേട്ടോ. അപ്പം ഇതുപോലുള്ള 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു ബോക്സിൽ ഇതുപോലുള്ള 2 മിനി ക്ലിങ് റാപ്സാണ് വന്നിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് ഞാനിത് വാങ്ങിച്ചത്. പിന്നെ ഇപ്പം കാണിക്കുന്ന ഈ പ്രൊഡക്ട്സൊക്കെ ഞാൻ ഒന്നിച്ചങ്ങനെ പർച്ചേസ് ചെയ്തതൊന്നുമല്ല, ഓരോ ടൈമിലായിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഈ ക്രാഫ്റ്റിംഗ് ഫീൽഡിൽ ബിഗിനറായിട്ടുള്ള ആളാണെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് പ്രൊഡക്ട്സൊന്നും പൈസ കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക. പിന്നെ ഇതാ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഈ ഒരു കപ്പ് വിത്ത് സ്ട്രോ അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കപ്പ് തന്നെയാണത്. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതുപോലുള്ള കുറച്ച് റാപ്പിംഗ് ഷീറ്റാണ് കേട്ടോ. അപ്പം ഇതെന്ന് പറയുന്നത് സെയിം പ്രിൻറ്റിൽ വരുന്ന ഡിഫറെൻറ്റ് കളറിലായിട്ട് വരുന്ന റാപ്പിംഗ് ഷീറ്റാണ്. പിന്നെ ഇത് വലിയ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റൊന്നും അല്ല കേട്ടോ. അപ്പം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം തിക്നെസ് കുറവുള്ള പേപ്പറാണ്. അപ്പോൾ നമ്മൾ റാപ്പ് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് റാപ്പ് ചെയ്യണം. പിന്നെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. ഈ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ് പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ.
പിന്നെ ഇതാ നെക്സ്റ്റ് ആയിട്ട് വാങ്ങിച്ചത് ഈ ഒരു ടൈപ്പിൽ വരുന്ന റാപ്പിംഗ് ഷീറ്റാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള പേപ്പറാണ് കേട്ടോ. നല്ല തിക്നെസ്സിൽ വരുന്ന പലതരം ഡിസൈനിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള പാറ്റേൺ പേപ്പറല്ല റാപ്പിംഗ് ഷീറ്റാണ്. അപ്പം എന്താ പറയുക, നല്ല ഡിഫറെൻറ്റ് പാറ്റേൺസ് ഇതിൻ്റെ അവൈലബിൾ ആണ്. അപ്പം ഇത് നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ 2 ടൈപ്പ് റാപ്പിംഗ് ഷീറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാനിപ്പം ഈ കാണിക്കുന്ന പ്രൊഡക്ട്സൊക്കെ ഞാൻ ഒന്നിച്ചിട്ട് തന്നെ വാങ്ങിച്ചതൊന്നുമല്ല. അപ്പം ഞാൻ ഓരോ ടൈമിലായിട്ട് അങ്ങനെ ആവശ്യം പോലെ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരുപാട് പ്രൊഡക്ട്സൊക്കെ വാങ്ങിച്ചിട്ട് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ നിങ്ങൾ കുറച്ച് അതിൻ്റെ പ്രോഫിറ്റ് വെച്ചിട്ട് കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.